തീർച്ചയായും നാട്ടുകാർ 100% സഹകരിക്കുന്നുണ്ട്. പക്ഷേ പ്രായോഗിക ജീവിതത്തിലെ അവരുടെ ബുദ്ധിമുട്ടുകളാണ് ഇത്തരത്തിൽ അല്പം രൂക്ഷമായി പ്രതികരിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത് നമുക്കറിയാം. കാരണം പലർക്കും ഈ മേഖലയിലൊക്കെയുള്ള കൂടുതൽ ആളുകളും റബ്ബർ ടാപ്പിംഗ് നടത്തി ജീവിക്കുന്നവരാണ്. പുലർക്കാലത്ത് ടാപ്പിങ്ങിന് വേണ്ടി റബ്ബർ തോട്ടങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. മാത്രമല്ല ഈ റബ്ബർ തോട്ടത്തിൽ മറ്റു മരങ്ങളുടെ മറവിൽ ആന നിന്നാൽ അതിനെ കാണുകയില്ല. പലപ്പോഴും അങ്ങനെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ടാപ്പിങ്ങിന് പോകുന്ന ആളുകളെ കാട്ടാന ആക്രമിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുട്ടികൾക്കൊറ്റയ്ക്ക് സ്കൂളിൽ പോകാൻ സാധിക്കില്ല. അതുപോലെ തന്നെ പശു വളർത്തലൊക്കെയുള്ള മേഖലയാണ്. പശുവിൻ പാലും കൊണ്ട് രാവിലെ കടകളിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. അത്തരം സാഹചര്യങ്ങളൊക്കെയാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. ഇതാ രതീഷ് JCB ഉപയോഗിച്ച് കിണറിൻ്റെ വക്ക് നീക്കി തുടങ്ങിയിട്ടുണ്ട്. യന്ത്രസഹായത്തോടുകൂടി ഏറെ വൈകാതെ തന്നെ ഇവിടേക്ക് കിണറിൻ്റെ വക്ക് ഏതാണ്ട് പിടിച്ചു മാറ്റി ആൺകുട്ടിയെ പുറത്തെത്തിക്കാൻ സാധിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയാണുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എന്ന് കരുതുന്നു. അതിവേഗം തന്നെ പണികൾ തുടങ്ങിയിട്ടുണ്ട്. കിണറിലെ വക്ക് ഇടിച്ചു തുടങ്ങിയിരിക്കുന്നു. മുമ്പ് പറഞ്ഞതുപോലെ ഒരു 12 അടിയോളമെങ്കിലും താഴ്ച ഈ കിണറുണ്ട്. സാധാരണ ചില പൊട്ടക്കിണറുകൾക്കാണെങ്കിൽ അത്രയും താഴ്ച ഉണ്ടാവാറില്ല. അങ്ങനെയെങ്കിൽ ഈ ജോലികൾ വളരെ എളുപ്പത്തിൽ കഴിയും. പക്ഷേ ഇത്രയും ആഴമുള്ളത് കൊണ്ട് ഈ ഒരു 12 അടിയാണ് ആഴമെങ്കിൽ ഈ 12 അടിയിലേക്ക് JCB ഉപയോഗിച്ച് മണ്ണ് മാന്തി ഒരു ചെറിയ വഴി ഉണ്ടാക്കിയതിന് ശേഷം അതിലെ കൂടി വേണം ആനക്കുട്ടിയെ പുറത്തേക്ക് എത്തിക്കാൻ. എന്തായിരുന്നാലും അതിനെ കൂടുതൽ അത് മാത്രമല്ല ഈ മണ്ണ് കിണറിനുള്ളിലേക്ക് വീഴാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മണ്ണും കല്ലുമൊക്കെ ഉണ്ടെങ്കിൽ അതും ആനയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാം, അല്ലെങ്കിൽ പരിക്കുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഉൾപ്പെടെ കല്ലും മണ്ണും ഒന്നും കിണറ്റിന് ഉള്ളിലേക്ക് പതിക്കാതെ വളരെ സുരക്ഷിതമായി തന്നെ ഈ കുഞ്ഞ് ആനക്കുട്ടിയെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി പോലീസുണ്ട്. ജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കുന്നുമുണ്ട്. അതേസമയം അവരുടെ ഈ കാർഷിക വിളകൾ നശിക്കുന്നതിനുള്ള അല്ലെങ്കിൽ ജീവിതം ബുദ്ധിമുട്ടാകുന്നതിനുള്ള ഒരു പ്രതിഷേധമാണ് പ്രകടിപ്പിക്കുന്നത് എന്ന് അവർ തന്നെ പറയുകയുണ്ടായി. പഞ്ചായത്ത് മെമ്പർമാർ പറയുന്നതനുസരിച്ചാണെങ്കിൽ തങ്ങൾക്ക് കിടന്നുറങ്ങാൻ സാധിക്കുന്നില്ല. കാരണം എല്ലായ്പ്പോഴും ആളുകളുടെ ഫോൺ വിളിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വന്യമൃഗങ്ങൾ ഇറങ്ങി, കാട്ടാന ഇറങ്ങി എന്നൊക്കെ കാണിച്ചുകൊണ്ട് ഇപ്പോൾ JCB ഉപയോഗിച്ച് ഈ കിണറിൻ്റെ മുഖത്തെ മണ്ണ് നീക്കം ചെയ്യുമ്പോൾ അതിനുള്ളിൽ കിടക്കുന്ന കാട്ടാനക്കുട്ടിയുടെ ദൃശ്യമാണ് കാണുന്നത്. തിരിച്ചു വരാം, അല്പം കൂടി ഇന്ന് മാറി നിന്നോട്ടെ. പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ശ്രമകരമായ ഇപ്പോൾ വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതാണ്ട് വീണ്ടും കാണാം. പ്രദീപ് തുടർന്നോളൂ. അതെ രതീഷ് ഈ പൊട്ടക്കിണറിൽ കിടക്കുന്ന ആനക്കുട്ടിയെ നമുക്ക് കാണാം. ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഏതാണ്ട് അതിൻ്റെ 3/4 പമ്പോളം വെള്ളം നിറഞ്ഞു നിൽക്കുന്നു. ഭാഗ്യം കൊണ്ട് തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആ ആനക്കുട്ടി മുങ്ങിപ്പോകുന്ന ഒരു ദൃശ്യമില്ല, അല്ലെങ്കിൽ മുങ്ങിപ്പോകുന്നൊരു അവസ്ഥയിലെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പരിക്കുകൾ കൂടാതെ നേരിയ പരിക്കുകൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. അതെനിക്ക് ഇവിടെ നിന്നാൽ കാണാനാവില്ല. കാരണം ഈ കിണറിലെ വക്കുകൾ കോരിക്കൊണ്ട് നിൽക്കുന്നു. മാത്രമല്ല ഈ ആനക്കുട്ടി വീണപ്പോൾ അത് ചില ഭാഗങ്ങൾ ഇടിയുകയും ചെയ്തിട്ടുണ്ട്. പോലീസും വനം വകുപ്പൊക്കെ വളരെ ജാഗ്രതയോടെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇതിൽ കൂടുതൽ എനിക്ക് കിടന്ന അടുത്തേക്ക് പോകാൻ സാധിക്കില്ല. എന്തായിരുന്നാലും അതിനെ പരിക്കുകൾ ഒന്നും കൂടാതെ തന്നെ എത്രയും വേഗം പുറത്തെത്തിക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയാണ് പോലീസും ഫയർഫോഴ്സും ഒക്കെ പുലർത്തുന്നത്. ഇനി ഇത്തരത്തിലുള്ള വന്യജീവികൾ ഇറങ്ങാതിരിക്കാൻ ആവശ്യമായ നടപടികൾ വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നുള്ള ആവശ്യം മാത്രമാണ് നാട്ടുകാർ ഉയർത്തുന്നത്. ഒരുപക്ഷേ വയനാട്ടിൽ ഉണ്ടായതുപോലുള്ള ഒരു ദാരുണമായ സംഭവം ഈ മേഖലയിൽ ഉണ്ടായില്ലായിരിക്കാം, ഇതുവരെ ഉണ്ടായിട്ടില്ലായിരിക്കാം. പക്ഷേ സാമ്പത്തികമായി അതിനേക്കാൾ കൂടിയ നഷ്ടമാണ് തങ്ങൾക്ക് ഓരോ ദിവസവും ഉണ്ടാകുന്നത് എന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. കാരണം കാർഷിക വിളകൾ ഏതാണ്ട് എല്ലാം തന്നെ നശിപ്പിക്കുന്നു. അല്പസമയം മുൻപ് ഒരു ചേട്ടൻ നമ്മളോട് പറയുകയുണ്ടായി, 97 മുതൽ അദ്ദേഹം കൃഷി ചെയ്യുന്നതാണ്. പക്ഷേ ഒന്നിൻ്റെയും വിളവ് പൂർണ്ണമായും എടുക്കാനായിട്ടില്ല. ഒന്നെങ്കിൽ ആ വിള നട്ട് കഴിയുമ്പോൾ, അതല്ലെങ്കിൽ അത് വിളവ് വരുന്ന ഘട്ടത്തിൽ, അതുമല്ലെങ്കിൽ ആ വിളവ് പാകമാകുന്ന ഘട്ടത്തിൽ കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ വന്ന് അത് നശിപ്പിക്കുന്നതാണ് പതിവ്. അത്തരം സങ്കടത്തോടു കൂടിയാണ് ആളുകൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നാണ് ഇക്കാര്യങ്ങളിലൊക്കെ നടപടി ഉണ്ടാകേണ്ടത്. ഈ വൃക്ഷങ്ങളും മറ്റ് കാർഷിക വിളകളും നശിച്ചതിന് ശേഷം കാലങ്ങൾ കഴിഞ്ഞ് അതിന് നഷ്ടപരിഹാരം കിട്ടുന്നത് കൊണ്ട് അതും നാമമാത്രമായ നഷ്ടപരിഹാരമാണ് കിട്ടുന്നത്. പലപ്പോഴും സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയും മറ്റും മൂലം പലപ്പോഴും നഷ്ടപരിഹാരം സമയത്ത് കിട്ടാറുമില്ല. അങ്ങനെ എന്നെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ നഷ്ടപരിഹാരം കിട്ടുന്നത് കൊണ്ട് എന്താണ് മെച്ചം? കാർഷിക വിളകൾ, കൃഷി എന്ന് പറയുന്നത് നന്നായി ചെയ്യാൻ തങ്ങൾക്കറിയാം. അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി ജീവിച്ചു കൊള്ളാം. പക്ഷേ വന്യമൃഗങ്ങൾ അത് കൊണ്ടുപോകാതെ നോക്കേണ്ടത് വനം വകുപ്പിൻ്റെ, സർക്കാരിൻ്റെ തന്നെ ഉത്തരവാദിത്തമാണ് എന്നാണ് കർഷകർ വീണ്ടും ചൂണ്ടിക്കാട്ടുന്നത്. സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും മലയാറ്റൂർ മേഖലയിൽ മാത്രമല്ല, വയനാട്ടിലായിരുന്നാലും ഇടുക്കിയിലായിരുന്നാലും പത്തനംതിട്ടയുടെ മേഖലയിലായിരുന്നാലും തിരുവനന്തപുരം ജില്ലയുടെ വനമേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളായിരുന്നാലും ആളുകൾ മാറുന്നു, അല്ലെങ്കിൽ കർഷകർ മാറുന്നു എന്നത് മാത്രമാണ് കാണാനുള്ളത്. പക്ഷേ സമാനമായ സാഹചര്യം തന്നെയാണ് ഏവരും നേരിടുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വന്യജീവികളുടെ ആക്രമണം പരമാവധി ചെറുക്കുന്നതിനും കാർഷിക വിളകൾ നശിപ്പിക്കുന്നത് ചെറുക്കാനുമൊക്കെയുള്ള ചില കർമ്മ പരിപാടികൾ തയ്യാറാക്കുകയുണ്ടായി. ഈ കർമ്മ പരിപാടികളൊക്കെ എത്രയും വേഗം നടപ്പാക്കി വന്യമൃഗ ആക്രമണത്തിൽ നിന്ന് മനുഷ്യരെയും തങ്ങളുടെ കാർഷിക വിളകളും
സംരക്ഷിക്കണം എന്നുള്ള ആവശ്യമാണ് കർഷകർ വീണ്ടും വീണ്ടും ഉയർത്തുന്നത്. കാട്ടാനക്കുട്ടി കിണറ്റിൽ വീണ സാഹചര്യത്തിൽ അതിനെ എത്രയും പെട്ടെന്ന് ജീവനോടെ രക്ഷിക്കുക എന്നതിൽ നാട്ടുകാരും അങ്ങേയറ്റം താല്പര്യം പ്രകടിപ്പിക്കുന്നു. കാരണം ഒരു ചിരപരിചിതനായ ഒരാളെ പോലെയാണ്. നമുക്കറിയാം, കുട്ടികൾക്കൊക്കെ കാട്ടാനക്കുട്ടി നടന്നു പോകുന്നത് കാണുമ്പോൾ അത് ഉപദ്രവം ഉണ്ടാക്കുമെങ്കിലും കാട്ടാനക്കുട്ടി എന്നുള്ളൊരു വാത്സല്യം അതിനോട് നാട്ടുകാർ പലരും കാണിക്കുന്നു. കാരണം മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും കാട്ടാനക്കൂട്ടവും കാട്ടാനക്കുട്ടിയും ഒക്കെ ഇറങ്ങുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ വീണ് കിടക്കുന്ന കാട്ടാനക്കുട്ടിയെയും ഇവരിൽ പലരും പലപ്പോഴും കാണാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിനെ പുറത്തെത്തിക്കാനുള്ള, ജീവനോടെ പരിക്കേൽക്കാതെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾക്ക് നാട്ടുകാരുടെ പൂർണ്ണമായ പിന്തുണയുണ്ട്. JCB ശരി, ഏതായാലും ആ ദൗത്യം തുടങ്ങി കാട്ടാനക്കുട്ടിയെ എത്രയും വേഗം പുറത്തെത്തിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്നലെ രാത്രി 1 മണിയോടുകൂടിയാണ് ഈ കാട്ടാനക്കുട്ടി കിണറ്റിൽ വീണത് എന്നതാണ് അവിടുത്തെ നാട്ടുകാർ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിട്ട സാഹചര്യത്തിൽ കാട്ടാനക്കുട്ടിയുടെ ആരോഗ്യം അടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വിദഗ്ധമായ പരിശോധനകളൊക്കെ പുറത്തെത്തിച്ചതിന് ശേഷം ആവശ്യമായി വന്നേക്കാം. പ്രദീപ് ജോസഫാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വളരെ